കുടുംബത്തിൽ പിറന്നതിന്റെ അന്തസ് കാണിക്കണം. മേഡം, ഇവരെന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ ഗതികേടുകൊണ്ടാ ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്നത്. ഇവിടെയുള്ളവര് ദൈവങ്ങളെ പോലെ ഞാൻ കാണുന്നത്. എന്തിനാ മേഡം എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? നീ എഴുന്നേറ്റ് അകത്തു പോ. ഇതേ ചിലരുടെ വ്യാമോഹം മാത്രമാണ്, എന്നെയും മിത്രയും തമ്മിൽ തെറ്റിക്കാനുള്ള വ്യാമോഹം. അതൊന്നും ഇവിടെ നടക്കില്ല, ഒരു കാരണവശാലും നടക്കില്ല. നീ പോ. അതിനെ ഫോൺ എടുക്ക്. നിക്കവിടെ. അയ്യോ, ഇന്ന് തരാനാ പറഞ്ഞേ. നന്ദിനി, ആ തെളിവെടുപ്പും വിസ്താരവും വിധി പറച്ചിലൊക്കെ കഴിഞ്ഞല്ലോ. ഇനി ബഹുമാനപ്പെട്ട പത്മാ മേഡത്തിന് ഞാനൊരു കോൾ റെക്കോർഡ് കേൾപ്പിച്ചു തരാം. ഇന്നലെ രാത്രി ഈ നിൽക്കുന്ന കനകയ്ക്ക് നിങ്ങൾ പറയുന്ന നിഷ്കളങ്കയായ മിത്ര ചെയ്ത ഫോൺ കോൾ. കേൾക്ക്. അവിടെ എല്ലാരും ഉറങ്ങിയോ? എല്ലാരും നല്ല ഉറക്കാ മേഡം. വെളുപ്പിനെ 4 മണിയാകുമ്പോ നീ എണീറ്റ് ഗേറ്റിൽ ചെല്ലണം. അവിടെ ഒരാള് വരും. വരുന്ന ആള് ഒരു കാര്യം നിന്നെ ഏൽപ്പിക്കും. അതൊരു മരുന്ന. നാളെ രാവിലെ സൂര്യക്കും നന്ദിനിക്കും ചായ കൊടുക്കുമ്പോ നീ അതില് കലർത്തണം. ഞാൻ പറഞ്ഞില്ലേ, ഒരാഴ്ച സമയം എനിക്ക് തരണം. ആ ഒരാഴ്ച സൂര്യയോ നന്ദിനിയോ കമ്പനിയിലെത്താൻ പാടില്ല. ഭസ്മാസുരന് വരം കൊടുത്ത കഥ നീ കേട്ടിട്ടുണ്ടോ? അതുപോലെ അടി നിന്റെ പത്മ മാഡം കമ്പനിയിൽ അവരുടെ സ്ഥാനം എനിക്ക് പതിച്ചു തന്നത്. നന്ദിനി മാത്രമല്ല എന്റെ ലക്ഷ്യം, പത്മയുടെ കുടുംബം മൊത്തം ഇല്ലാതാക്കണം. ആ കുടുംബം ഞാൻ നശിപ്പിക്കും. ഞാൻ ആരാണ് അവരുടെ വിചാരം? വിശ്വനാഥന്റെ മകൾ മിത്ര ഇറങ്ങിയിരിക്കുന്നതേ അവരോടുള്ള പ്രതികാരം ചെയ്യാൻ വേണ്ടി തന്നെയാ. പത്മയുടെ കുടുംബം മൊത്തം ഇല്ലാതാക്കണം. ആ കുടുംബത്തിലെ ഓരോരുത്തരെയായി ദ്രോഹിച്ച് അവസാനം ഒന്നുമില്ലാത്തവരാക്കി എനിക്ക് തെരുവിൽ കൊണ്ടുവന്ന് നിർത്തണം അവരുടെ കുടുംബത്തെ. അതുകൊണ്ടൊന്നും ഈ മിത്രയുടെ പ്രതികാരം അടങ്ങില്ല. ആ സൂര്യ ഞാൻ കൊല്ലും. കൂടെ ആ നന്ദിനിയെ. നീ മാത്രം എനിക്കൊപ്പം നിന്നാ മതി കനകെ. ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാ മതി. അപ്പാപ്പോ നിന്റെ അക്കൗണ്ടിൽ കാശ് വീണിരിക്കും. അത് കഴിഞ്ഞ് സകല കുരുക്കും മുറുകി കഴിയുമ്പോ എനിക്ക് അവരുടെ മുമ്പിൽ, പത്മ മാഡത്തിന്റെ മുമ്പിൽ ഒന്ന് ചെന്ന് നിൽക്കണം. ഇനി പറയണം പത്മ മേഡം, ഇതാണോ നിങ്ങൾ ഈ പറയുന്ന കുടുംബത്തിൽ പിറന്നവളുടെ അന്തസ്? അതോ സ്വന്തം മകനെയും മരുമകളെയും എന്നേക്കുമായിട്ട് കിടത്തി കളയണമെന്ന് നിങ്ങൾ തന്നെയാണോ മിത്രയോട് ആവശ്യപ്പെട്ടത്?
നാട്ടു റോഡിൽ വെച്ച് നീ പറഞ്ഞ ദയനീയ കഥകൾ കേട്ട് നിന്നെ ഈ വീട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഞങ്ങളാ. അങ്ങനെയൊക്കെ കാണിച്ച ആര് പറഞ്ഞിട്ടാടി? ഒരു കൂടപ്പറപ്പിനെ പോലെ നിന്നെ സ്നേഹിച്ചതല്ലേടി ഞാൻ. എന്നിട്ട് എങ്ങനെയാടി നിനക്ക് എന്നെ ചതിക്കാൻ തോന്നിയത്? എങ്ങനെയാ നിനക്ക് ഈ കുടുംബത്തെ ചതിക്കാൻ തോന്നിയത്? പറ.